കുക്കറിൽ വിസിലില്ലാതെ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ? ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇത് വലിയൊരു ഉപകാരം ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആദ്യം സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ ഓരോ ടിപ്സിൻ്റെയും ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജി നഷ്ടപ്പെടുക, അതുപോലെ തന്നെ നമുക്ക് വിയർപ്പ് കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ തളരാനും ക്ഷീണിക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടല്ലേ. ഇപ്പം കുറച്ച് നിന്ന് ജോലി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ എനർജി കുറഞ്ഞ പോലെ, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ചൂടുകുരു വരിക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വേനൽക്കാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നെല്ലിക്കയൊക്കെ ഡയറക്റ്റ് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കില്ല കേട്ടോ, അവർ മാറ്റി വയ്ക്കുക. അതുമല്ല, നമുക്ക് ഇത്തിരി കൂടി നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ ബ്ലഡിലേക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടാൻ, ഇപ്പോൾ ഒരു ക്ഷീണം തോന്നി, ഒരു ഗ്ലാസ് വെള്ളം ഇതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്കൊരു എനർജി ഫീൽ കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മളൊരു 3 നെല്ലിക്ക ഇതുപോലെ ഒന്നില്ലെങ്കിൽ നല്ലതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ചതച്ചിടുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഈ ഒരു ബോട്ടിൽ കുടിക്കും, അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മളുടെ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കുടിക്കുന്ന വെള്ളത്തിലേക്ക് തിളപ്പിച്ച് ആറിയ ശേഷം നമ്മൾ ഈ ഒരു നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ കുടിച്ച് തീർക്കണം. പിറ്റേന്ന് ഈ ഒരു വെള്ളം എടുക്കരുത് കേട്ടോ, അന്ന് തന്നെ ഈ ഒരു വെള്ളം. അപ്പോൾ കുട്ടികൾക്കും അത് നല്ലൊരു എഫക്റ്റാണ്. ബ്ലഡ് ഇല്ലാത്തവർക്കും, മുടി കൊഴിച്ചിലിനും, സ്കിന്നിനും എല്ലാത്തിനും നെല്ലിക്ക എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് ചെയ്തു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒരു പരിധിവരെയും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക, കൈ തൊടുമ്പോൾ ഒരു ചൂടില്ലേ, നല്ല ചൂടല്ല, നമ്മളിങ്ങനെ കൈ തൊടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട്, ആ ഒരു ലെവലിലുള്ള ചൂട് വെള്ളം എടുക്കുക. എന്നിട്ട് ആ ഉപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് മാങ്ങ ധാരാളമായി കിട്ടുന്ന സമയമാണ്, പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അതിൽ പുഴു, നമ്മളിപ്പോൾ പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ പുഴു വരിക എന്നുള്ള പ്രശ്നം വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾ മാങ്ങ പഴുപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് ഈ ഒരു വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ തുടച്ചെടുത്ത് വെക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, തുടച്ചെടുത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ അരിപ്പയിൽ ഇതുപോലെ നമ്മൾ അരിച്ച് എന്ത് സാധനം എടുത്താലും, എത്ര വലിയ പാത്രം എടുത്താലും പുറത്തേക്ക് പൊടി പോകുക എന്നുള്ള പ്രശ്നം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അല്ലേ നമുക്ക് പലപ്പോഴും. പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റിനും ക്ലീൻ ചെയ്തെടുക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറില്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട്, നമ്മൾ അളവ് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരി പോലും പുറത്തു പോകാതെ നല്ല ഈവണായിട്ട് നമുക്ക് അരിച്ചെടുക്കാനുള്ള സൂപ്പർ ടിപ്പാണ് കേട്ടോ. നമ്മൾ പല ജോലികളും എടുക്കുമ്പോൾ നമുക്ക് അടുത്ത ജോലി വരുന്ന പോലെയാണ് നമ്മൾ കാര്യങ്ങൾ പോണതല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ജോലി തീർക്കാനും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് എപ്പോഴും അടുക്കളയൊക്കെ സൂക്ഷിക്കാനും സഹായിക്കും കേട്ടോ, ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ വെളുത്തുള്ളി ഉലിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, ചതച്ചത് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. പലപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പോലെയാണ് ഞാൻ ചെയ്യാറ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു പിടി വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു ഗ്ലാസ് എടുക്കുക, ഒരു നമ്മൾ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. തൊലിയും പെട്ടെന്ന് വരും, അതുപോലെ തന്നെ നമുക്കിത് ചതഞ്ഞും അറ്റ് ടൈം തന്നെ നമുക്കിത് ചതച്ചും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് ഇടാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് അല്ലേ. ഗ്യാസ് അടുപ്പിൻ്റെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റാറില്ല. അതിനുള്ളൊരു ടിപ്പ് ഞാൻ ഇതിനു മുമ്പ് ഒരു ടവലിൻ്റെ ഒരു ടിപ്പിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അടുക്കളയിൽ നല്ല കൂളായിട്ട് ഇരിക്കാൻ. അപ്പോൾ ആ ഒരു ടവലിൻ്റെ വീഡിയോസ് നിങ്ങൾ പോയി കാണാൻ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അടുത്തതായിട്ട് വെക്കേഷൻ ടൈമിലാകുമ്പോൾ നമ്മൾ പല സാധനങ്ങളും ഫ്രൈ ചെയ്യാനായിട്ട് പൊടിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഗ്ലാസ്സിൽ ഇതുപോലെ
മാവ് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ വേസ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. ഞാൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മാവ് ഒട്ടും നഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഈവണായിട്ട് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് മുക്കിയെടുക്കാനും സാധിക്കും കേട്ടോ. ഇതിപ്പോൾ പൊടി ഇത്തിരി വാട്ടറി ആയിപ്പോയി, ഇത്തിരിയും കൂടെ പൊടി കൂട്ടിയിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് മിക്സ് ചെയ്തപ്പോഴേ കുറച്ച് പൊടി കുറവുണ്ട്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഗ്യാസ് അടപ്പിൻ്റെ ചുറ്റിനൊന്നും ഇറ്റി വീഴാതെയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ പാല്, മുട്ട, ഇങ്ങനെ സ്മെല്ലുള്ള സാധനങ്ങൾ നമ്മൾ ഗ്ലാസ്സിലിട്ട് എന്തെങ്കിലും ചെയ്തേനാ ഗ്ലാസ് ഭയങ്കര മണമായിരിക്കും. അത് സ്റ്റീൽ ഗ്ലാസ് ആകട്ടെ, കുപ്പി ഗ്ലാസ് ആകട്ടെ, ഏതാണെങ്കിലും നമ്മൾ മിക്കപ്പോഴും സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെയാണല്ലോ നമ്മൾ ഇതുപോലെ മുട്ടയൊക്കെ നല്ലതുപോലെ പതപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ പാത്രത്തിൽ ചെയ്യുന്നതിനേക്കാളും നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടുന്നത് നമുക്ക് ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ്സിലിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മിക്ക വീടുകളിലും ഇതുപോലെ ചെയ്യണം. പക്ഷേ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിലുണ്ടാവുന്ന സ്മെല്ല് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമ്പം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് എത്ര നല്ലതുപോലെ കഴുകിയെന്ന് പറഞ്ഞാലും അത് പോകാറില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പം അടപ്പിൽ പല രീതിയിൽ നമ്മൾ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനായിട്ട് വെള്ളം തിളപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഉപയോഗിച്ച കുക്കറിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ സ്മെല്ല് നിമിഷ നേരം കൊണ്ട് പോയി കിട്ടും കേട്ടോ. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടിപ്പാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ വിനാഗിരി ഇട്ട് സോപ്പ് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്തൊക്കെ കഴുകി എടുക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മളുടെ മിക്സിയിലൊക്കെ മസാലപ്പൊടികൾ, അതുപോലെ പലതരം അരപ്പുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പോകാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ആ ഒരു കുക്കർ, ഇപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് നമ്മളിത് കുക്കർ ചൂടാക്കേണ്ട, അല്ലാണ്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നിമിഷ നേരം കൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് പോയി കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ കാലിൻ്റെ അടിഭാഗം നല്ല വേദനയുണ്ട്, ഉപ്പുറ്റി വേദനയുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇതുപോലുള്ള കാലുവേദന, ഉപ്പുറ്റി വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ വിക്സോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബാമോ എണ്ണയോ എന്താന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ വിക്സ് കാണിക്കുന്നു എന്ന് വെച്ച് വിക്സ് തന്നെ ഇടണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇതുപോലത്തെ എന്തെങ്കിലും, ഇപ്പോൾ കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടാലും വളരെ എഫക്റ്റീവാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ഇതുപോലെ ചൂടാക്കിയത്, ചൂടെന്ന് പറഞ്ഞാൽ തിളച്ചിരിക്കണതല്ല, നമുക്ക് സഹിക്കുന്ന ചൂടോടുകൂടി ഇതുപോലെ വെച്ച് ഒന്ന് മസാജ് ചെയ്ത് നോക്കണം കേട്ടോ. 100% റിസൾട്ടാണ്. മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു വേദന നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. നമ്മൾ കുറേ ഇട്ടൊന്നും പെയിൻ കില്ലറോ പെയിനോ ഒന്നും ഇതാക്കേണ്ട കാര്യമില്ല. ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എഫക്റ്റാണ്. പിന്നെ ആ ഗ്ലാസ് നല്ലതുപോലെ കഴുകി എടുക്കണം. വിക്സ് ആണെങ്കിലും എണ്ണയാണെങ്കിലൊക്കെ നമ്മളത് അതിൽ നിന്ന് പെട്ടെന്ന് പോകാൻ പാടാണല്ലോ. എന്നിട്ട് നമ്മളിതൊരു 2-3 പ്രാവശ്യം ഇത് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് കൂടുതലായിട്ട് വരും. നമ്മൾ പകൽ ടൈം ഫുള്ള് ജോലിയെടുത്ത് രാത്രി ആകുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ഇടങ്ങേറുകളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാ ടിപ്സും വളരെ വളരെ ഉപകാരപ്രദമായതാണ്. ആരും ചെയ്തു നോക്കാതിരിക്കരുത്. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.